കമ്പോട് കമ്പ് പോരാട്ടത്തിലാണ് കേരളത്തിൽ CPM-ഉം കോൺഗ്രസും. കത്തിക്കാനാവാത്തത് കൊണ്ട് മാത്രം സൈബർ ഇടത്തിൽ രണ്ടു കൂട്ടരും പരസ്പരം തീയിടുന്നില്ല എന്നേയുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ വാഴ നട്ട CPM, പക്ഷേ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ രാഹുലിന്റെ പടം വച്ചാണ് വോട്ട് പിടുത്തം. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കക്ഷിയുടെ ശിവന്ത കൊടിയെ പിടിക്കാൻ തമിഴകത്ത് കോൺഗ്രസുകാരനും മടിയൊന്നുമില്ല. പണ്ട് ചെങ്കൊടിവാണ ബംഗാളിലും ത്രിപുരയിലും CPM കോൺഗ്രസുമായി കൈകോർത്താണ് എതിരാളികളെ നേരിടുന്നത്. ബംഗാളിൽ എത്ര സീറ്റിൽ എന്ന കാര്യത്തിൽ ചർച്ച പുരോഗമിക്കുന്നു. മമതാ ബാനർജി കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ രണ്ടു കൂട്ടർക്കും വേണ്ടത്ര സീറ്റുകളിൽ മത്സരിക്കാനാവും. പുത്തൻ തീപ്പരി മീനാക്ഷി മുഖർജിയിലാണ് CPM-ന്റെ പ്രതീക്ഷ. ത്രിപുരയിൽ ആകെയുള്ള 2 സീറ്റുകൾ CPM-ഉം കോൺഗ്രസും പങ്കിട്ടെടുക്കുന്നു. കനൽ ഒരു തരിയെങ്കിലും ബാക്കിയാക്കാൻ രാജസ്ഥാനിൽ സിക്കാർ സീറ്റ് CPM-ന് വിട്ടു നൽകി കോൺഗ്രസ് ഇന്ത്യ സഖ്യം ഉറപ്പിക്കുന്നു. കർണാടകത്തിൽ CPM കോൺഗ്രസ് സഖ്യമാണ് നിയമസഭയിലേക്ക് മത്സരിച്ചത്. എന്നാൽ CPM-ന് ലോക്സഭയിലേക്ക് പോരടിക്കാൻ സഖ്യം സീറ്റ് നൽകാറില്ല. തെലങ്കാനയിൽ നിയമസഭയിലേക്ക് സീറ്റ് ധാരണയിലെത്താൻ സാധിക്കാതിരുന്ന CPM വീണ്ടും കോൺഗ്രസുമായി ചർച്ചയിലാണ്. ബീഹാറിൽ RJD സഖ്യത്തിൽ കോൺഗ്രസും CPM-ഉം അംഗങ്ങൾ. കോൺഗ്രസിന് 6 സീറ്റ് വരെയും ഇടതുപക്ഷത്തിന് 3 സീറ്റ് വരെയും തേജസ്വി നൽകിയേക്കും എന്നാണ് പ്രതീക്ഷ. എന്നാൽ ഈ സീറ്റുകൾ മാലേ എന്ന് വിളിക്കപ്പെടുന്ന CPI-ML-നും CPI-ക്കുമായി വിഭജിക്കപ്പെട്ടാൽ CPM പ്രതിസന്ധിയിലാവും. UP-യിലും മധ്യപ്രദേശിലും CPM നാമമാത്ര സാന്നിധ്യം മാത്രമാണ്. കശ്മീരിൽ തരിഗാമിയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാവുമോ എന്ന് കണ്ടുകാണണം. ഝാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് CPI പിന്മാറിക്കഴിഞ്ഞു. ഇന്ത്യ സഖ്യത്തെ വിജയിപ്പിച്ച് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി വയനാട്ടിൽ രാഹുലിനെതിരെ തന്നെ മത്സരിക്കേണ്ടി വരുന്ന ആനി രാജയുടേതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൗതുകകരമായ പോരാട്ടം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.